ഇനി നമ്മൾ നോക്കുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനാണ്. WTO ആഗോള വ്യാപാര നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും 164 അംഗരാജ്യങ്ങളും 23 നിരീക്ഷക അംഗരാജ്യങ്ങളും അടങ്ങുന്ന അന്താരാഷ്ട്ര വ്യാപാര സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായത്. ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ആഗോള സാമ്പത്തിക സ്ഥിരതയും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1947 രൂപീകരിച്ച ഗാട്ട് ഉടമ്പടിയിൽ നിന്നാണ് WTOയുടെ വേരുകൾ കണ്ടെത്താനാവുന്നത്. വർഷങ്ങളോളം വ്യാപാര ഉദാരവൽക്കരണം നയിക്കുന്നതിൽ സാമ്പത്തിക അഭിവൃദ്ധി പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി ചർച്ചകൾ ഗാട്ടാണ് നേതൃത്വം നൽകിയത്. അപ്പോൾ ഗാട്ട് ഉടമ്പടിയാണ് ഈ 47 ശേഷം ദീർഘമായ വർഷങ്ങളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, വ്യാപാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ആഗോളതലത്തിൽ വ്യാപാര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഗാട്ട് കരാറായിരുന്നു. ഈ ഗാട്ട് കരാറിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പര്യവസാനമായിട്ട് 1987 മുതൽ 94 വരെ ഉറൂഗ റൗണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു പുതിയ ഒരു ഓർഗനൈസേഷൻ, ട്രേഡിന് വേണ്ടിയുള്ള ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ഗാട്ട് കരാറിന് അപ്പുറത്തേക്ക് ഇതിനെ മാറ്റിത്തിരുത്തി ഒരു ട്രേഡ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിരന്തരമായിട്ടുള്ള ഒരു ചർച്ചകൾ, ഉറൂഗ റൗണ്ട് എന്നാണ് അതിന് പറയുന്നത്, നടക്കുന്നുണ്ട്. അതിനുശേഷം മരകേഷ് ഉടമ്പടിയിലൂടെ WTO സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. അവസാനം ദീർഘമായ ചർച്ചകളൊക്കെ അവസാനം WTO എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചു. അങ്ങനെയാണ് 1995 ജനുവരി 1 WTO സ്ഥാപിതമായത്. ഗാട്ട് അന്താരാഷ്ട്ര വ്യാപാര നിയന്ത്രണങ്ങൾക്ക് പ്രാഥമികമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗാട്ട് പ്രാഥമികമായിട്ടും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വ്യാപാര നിയമങ്ങൾക്കാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ലോക വ്യാപാരത്തെ നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായിട്ടുള്ള ഒരു ചട്ടക്കൂട് നൽകിക്കൊണ്ട് വളരെ വൈഡായിട്ടുള്ള ഒരു റേഞ്ചിലേക്ക് ഈ വ്യാപാരത്തെ മാറ്റുന്നതാണ് WTO മാറുകയുണ്ടായി. ഗാട്ട് വെറും നിയമങ്ങളിലായിരുന്നെങ്കിൽ അതിനും അപ്പുറത്തേക്ക് വളരെ വിപുലമായ സമഗ്രമായ ചട്ടക്കൂട് നൽകിക്കൊണ്ടാണ് WTO പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. സേവനങ്ങളിലെയും ഭൗതിക സ്വത്തവകാശങ്ങളിലെയും വ്യാപാര കവർ ചെയ്തുകൊണ്ട് WTO അതിൻ്റെ വ്യാപ്തി വിപുലീകരിച്ചു. അങ്ങനെ വളരെ വിപുലമായ പ്രവർത്തനമാണ് WTOക്ക് ഉണ്ടായത്. ഇനി WTOയും ഐക്യരാഷ്ട്രസഭയും തമ്മിലുള്ള ബന്ധമാണ്. ഗാട്ട് ഉടമ്പടിയുടെ പിൻഗാമിയായിട്ട് വന്ന WTO UN സംവിധാനത്തിൻ്റെ ഭാഗമോ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയോ അല്ല. എന്നാൽ അത് ഐക്യരാഷ്ട്രസഭയുമായും UNൻ്റെ പ്രത്യേക ഏജൻസികളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. WTOയുടെ ഡയറക്ടർ ജനറൽ UN ചീഫ് എക്സിക്യൂട്ടീവ് ബോർഡിൽ പങ്കെടുക്കുന്നു. അതുവഴി സാമ്പത്തികവും വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ WTO ഐക്യരാഷ്ട്രസഭയും തമ്മിൽ ഏകോപനവും സഹകരണവും ഉണ്ടാകുന്നു. വിശാലമായ വികസന ലക്ഷ്യങ്ങളോടും അന്താരാഷ്ട്ര സഹകരണ ശ്രമങ്ങളോടും കൂടിയുള്ള ആഗോള വ്യാപാരത്തിൻ്റെ പരസ്പര ബന്ധത്തെ ഈ സഹകരണം അടിവരയിടുന്നു. ഇതിൻ്റെ ഗവേണൻസാണ്, ഭരണമാണ്. WTOയുടെ ഭരണത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഘടകം മന്ത്രിതല സമ്മേളനങ്ങളാണ്. എല്ലാ അംഗരാജ്യങ്ങളുടെയും പ്രാതിനിധ്യത്തോടെ 2 വർഷത്തിലൊരിക്കലാണ് മന്ത്രിതല സമ്മേളനം നടക്കുന്നത്. ബഹുമുഖ വ്യാപാര കരാറുകളടക്കം എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് ഈ മന്ത്രിതല സമ്മേളനത്തിൽ ആണ്. അപ്പോൾ മന്ത്രിതല സമ്മേളനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജനറൽ കൗൺസിലാണ് മന്ത്രിതല സമ്മേളനത്തിന് താഴെയുള്ള ഘടകം. അംഗ സർക്കാരുകളിൽ നിന്നുള്ള അംബാസഡർമാരോ അല്ലെങ്കിൽ തതുല്യ പ്രതിനിധികളോ ഉൾപ്പെടുന്ന ജനറൽ കൗൺസിൽ WTOയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. ട്രേഡ് പോളിസി റിവ്യൂ ബോഡി, തർക്ക പരിഹാര ബോഡി എന്നീ നിലയിലും ഈ ജനീവ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ജനറൽ കൗൺസിൽ ആ നിലയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഉപസംഹാരമായിട്ട് പറയുകയാണെങ്കിൽ ലോകവ്യാപാര സംഘടന WTO അന്താരാഷ്ട്ര വ്യാപാര സഹകരണം വളർത്തിയെടുക്കുന്നതിലും സാമ്പത്തിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിലും രാജ്യങ്ങൾക്കിടയിൽ വ്യാപാര ബന്ധങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന സംഘടനയാണ്. ആഗോള വ്യാപാര രംഗത്ത് ഒരു സമഗ്രമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് WTO.